ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡ് ഈസി. ഇന്ന് ഈ വീഡിയോയിൽ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച കാബൂളിവാല എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജ് നേതാവ് ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇളയ മകനായിരുന്നു. 1861 കൊൽക്കത്തയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അമ്മയുടെ പേര് ശാരദാദേവി എന്നായിരുന്നു. അദ്ദേഹത്തിന് കലാപരവും സാഹിത്യപരവുമായ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു. സാമൂഹിക പരിഷ്കരണം, കല, സാഹിത്യം തുടങ്ങിയ സാഹിത്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. ശാന്തിനികേതൻ സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് ഉപനിഷത്തുകളുടെ വിദ്യാഭ്യാസ ശൈലി പുനർജീവിപ്പിക്കാൻ ടാഗോർ തീരുമാനിച്ചു. ഗീതാഞ്ജലി രചിച്ചതിൽ 1916 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കവിതകൾ, നാടകങ്ങൾ, കഥകൾ, നോവലുകൾ, മോണോലോഗുകൾ മുതലായ മേഖലയിലും അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. ജനഗണമന അദ്ദേഹം എഴുതി. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു കഹാനിയാണ് കാബൂളിവാല. ഈ കഥയിൽ കാബൂളിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് വന്ന കശുവണ്ടി, ബദാം, ഉണക്കമുന്തിരി മുതലായവ വിൽക്കുന്ന ഒരു കാബൂളിവാലയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എഴുത്തുകാരൻ്റെ മകൾക്ക് 5 വയസ്സുണ്ട്. അവളുടെ പേരാണ് മിനി. ആളൊരു വായാടിയ. കാബൂളിവാലയുടെ ബാഗ് കണ്ടപ്പോൾ അവൾ പേടിച്ചുപോയി. ഒരു പക്ഷേ കാബൂളിവാല ചെറിയ കുട്ടികളെ പിടിച്ചോണ്ട് പോകുമെന്ന് അവൾക്ക് തോന്നി. ലേഖകൻ കാബൂളിവാല എന്ന് വിളിക്കുന്ന ആളുടെ ഒറിജിനൽ പേരാണ് റഹ്മത്ത്. കുറച്ച് ദിവസത്തിന് ശേഷം മിനിക്ക് കാബൂളിവാലയോടുള്ള പേടി അങ്ങ് അവസാനിച്ചു. ഇപ്പോൾ അയാൾ ദിവസവും മിനിയെ കാണാൻ വേണ്ടി വരും. പിസ്തയും ബദാമും നൽകി മിനിയുടെ കൊച്ചു ഹൃദയത്തിൽ വിശ്വാസം നേടി. ഇരുവരും തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. റഹ്മത്ത് മിനിയോട് സസുരാൽ വീട്ടിൽ പോകുമെന്ന് പറയുമായിരുന്നു. പക്ഷേ മിനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മിനി തിരിച്ചു ചോദിക്കുമായിരുന്നു, കാബൂളിവാല എപ്പോഴാണ് അമ്മായിയമ്മയുടെ വീട്ടിൽ പോകുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, സസുരാൽ വീട്ടിലെ സസുരാലിനെ അയാൾ കൊല്ലൂന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ലേഖകന് റഹ്മത്തിനോടൊരു വിശ്വാസം വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കാബൂളിവാലയെ സംശയമായിരുന്നു. ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും വഴക്കായി. കുറച്ച് ദിവസത്തിന് ശേഷം വീടിന് മുന്നിൽ ഭയങ്കര ശബ്ദം കേൾക്കുന്നു. എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ലേഖകൻ പുറത്തേക്ക് നോക്കിയപ്പോൾ റഹ്മത്തിൻ്റെ കൂടെ കുറേ പോലീസുകാർ വരുന്നു. അയാൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെന്നും ആ പൈസയുടെ കാരണത്താൽ ഒരാളെ കൊന്നെന്നും പറയുന്നു. മിനി ഇത് കണ്ടുകൊണ്ട് റഹ്മത്തിനോട് ചോദിച്ചു, സസുരാൽ വീട്ടിൽ പോകുവാണോ എന്ന്. അപ്പോൾ റഹ്മത്ത് പറഞ്ഞു ആണെന്ന്. കൊല ചെയ്തതിന് ശിക്ഷയായി റഹ്മത്തിനെ വർഷങ്ങളോളം ജയിലിലിട്ടു. കുറച്ച് നാളിന് ശേഷം ലേഖകനും തൻ്റെ മകളും റഹ്മത്തിനെക്കുറിച്ച് മറന്നുപോയി. പതുക്കെ അവൾക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മിനിയുടെ കല്യാണമായി. അവിടേക്ക് കാബൂളിവാല എത്തി. എന്നാൽ ലേഖകന് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മിനിക്ക് കൊടുക്കാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് ഈ റഹ്മത്ത് വരുന്നത്. എന്നാൽ ലേഖകൻ മിനിയെ കാണാതിരിക്കാൻ വേണ്ടി റഹ്മത്തിനോട് ഓരോരോ കാര്യം പറഞ്ഞ് പുറത്താക്കാൻ ശ്രമിക്കും. എന്നാൽ കാബൂളിവാല ലേഖകൻ്റെ അടുത്ത് പറയും, തനിക്കും മിനിയെപ്പോലെ ഒരു മകളുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ലേഖകൻ്റെ മനസ്സലിയും. മിനിയെ വിവാഹവേഷത്തിൽ കാണുമ്പോൾ റഹ്മത്ത് അത്ഭുതപ്പെട്ടു പോവും. മിനിയെ ഒരു കൊച്ചുകുട്ടിയെപ്പോലായിരുന്നു അയാൾ ഇപ്പോഴും കരുതിയിരുന്നത്. ഇപ്പോൾ തൻ്റെ മകളും അതേ രീതിയിൽ വലുതായി കാണുമെന്ന് അയാൾ ആലോചിക്കുന്നു. അങ്ങനെ ലേഖകൻ കുറച്ച് പൈസ റഹ്മത്തിന് കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് മകളുടെ വിവാഹമൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞ് റഹ്മത്തിന് പറഞ്ഞുകൊടുക്കും. കാബൂളിവാല എന്ന കഥയിൽ ടാഗോർ റഹ്മത്തിലൂടെ വ്യത്യസ്ത മതവിഭാഗത്തിലെ ആളുകൾക്കിടയിലെ പരസ്പര ഐക്യവും മനുഷ്യസ്നേഹവും വിവരിച്ചിട്ടുണ്ട്. കാബൂളിവാല ദയാലുവും അതേപോലെ തന്നെ നല്ല ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ജയിൽ മോചിതനായ ശേഷം അയാൾ മിനിയെ കാണാൻ വേണ്ടി വരുന്നു. മിനിയെ കാണുമ്പോൾ തൻ്റെ മകളും അവളെപ്പോലെ വലിയ കുട്ടിയായെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ ലേഖകൻ റഹ്മത്തിൻ്റെയും മിനിയുടെയും മാധ്യമത്തിലൂടെ അച്ഛനും മകളും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധം കാണിക്കുന്നു.